ഷൈൻ മുമ്പെങ്ങുമില്ലാത്ത പോലെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് ഒരു അവസരം കൂടി വേണം എന്നാണ് അദ്ദേഹം ശ്രീ സിബി മലയിലിനോടും എന്നോടും ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്, ഞങ്ങൾക്ക് അയാളെ ഒരു ആക്ടർ എന്ന നിലയിൽ ബഹുമാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ ഒരു കുറ്റവാളിയായിട്ടല്ലല്ലോ കാണേണ്ടത്. ഒരാൾ ഒരവസരം വേണമെന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന മനുഷ്യത്വപരമായിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തോട് ചെയ്യുക. പക്ഷേ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങളുടെ ദൗർബല്യമല്ല, കാർക്കശ്യത്തിൽ ഒരു കുറവുണ്ടാവില്ല. തീർച്ചയായിട്ടും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്, അദ്ദേഹം തീവ്രമായി ആഗ്രഹിക്കുന്നു. അന്ന് ഡയറക്ടർ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ സെറ്റിൽ വെച്ച് ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. ഷൈൻ ടോം ജോർജ് ഇങ്ങനെ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി അങ്ങനെ ഒന്നും വിവരം എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഡയറക്ടർ ഒരു വാദം ഉന്നയിച്ചു. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ICUലൊക്കെ വരുന്നത്. ആ ഡയറക്ടറുമായിട്ട് FKയുടെ കീഴിലാണ് ഡയറക്ടർ വരുന്നത്. ആ ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. അന്ന് ഇങ്ങനെ ഒരു വിഷയമുണ്ടായി, അന്ന് പരാതി നൽകിയിരുന്നു, ഡയറക്ടർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ചോദിച്ചു. പിന്നെ ഫെഫ്റ്റയായിട്ട് അയാൾ ഇദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പകൽ മുഴുവൻ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൽ നിന്നൊക്കെ ഞങ്ങൾ വിവരം എടുത്തിട്ടുണ്ട്. പക്ഷേ IC എന്ന് പറയുന്ന ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള ഒരു ബോഡിയുടെ അന്വേഷണത്തിൽ ഞങ്ങൾ ആരും ഇടപെടാൻ, അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇത് അദ്ദേഹം തന്നെ, അതായത് ഷൈൻ തന്നെ ഞങ്ങളോട് സമ്മതിച്ച കാര്യമാണ്, ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് തിരക്കിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു മാധ്യമത്തിൽ നിന്ന് ഫോൺ കിട്ടുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഷൈൻ ഏതോ ഹോട്ടലിൽ നിന്ന് ചാടി ഓടി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന്. എനിക്കറിയാൻ കൂടി വയ്യ ഷൈൻ എവിടുന്ന ചാടി ഓടിയതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മളും ലയബിൾ ആവുന്നുണ്ട്, ആൻസറബിൾ ആവുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പറ്റില്ല. അതെങ്ങനെ പറ്റാൻ പറ്റും? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ അദ്ദേഹത്തെ ഞങ്ങൾ ഹയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഉറപ്പ് വേണം. കാരണം ഇപ്പോൾ അലി ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ആ ഡയറക്ടർ ഇന്നലെ ഇവിടെ വന്നിരുന്നപ്പോൾ അയാളുടെ ആദ്യ സിനിമ ചെയ്യുന്ന ആളാണ്. ആ സിനിമയൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ചെറുപ്പക്കാരനാണ്, 32 വയസ്സേ ഉള്ളൂ അയാൾക്ക്. അയാൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ആ സിനിമയൊക്കെ അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു മാനസിക വ്യഥയുണ്ടല്ലോ, അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ സംഘടന ലക്ഷ്യം. തീർച്ചയായിട്ടും സഹകരിക്കും. ആ പ്രൊമോഷനിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രകോപനങ്ങളുണ്ടാവാം മാധ്യമങ്ങളിൽ നിന്ന്, ഉത്തരം പറയരുത് എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുക. അത് ഞാൻ പറയില്ല സൈൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്തപ്പെട്ട ബോഡിയുടെ റിപ്പോർട്ട് വെളി വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് പറയുമല്ലോ. ഞാനതിനകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, നിയമപരമായി പോലും ശരിയല്ലല്ലോ. ഞങ്ങളതിനകത്ത് ഇടപെട്ടിട്ടുമില്ല. ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്ന അവരോട് നിർഭയമായിട്ട് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. അവർ സഹകരിച്ച് കാണുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ICയുടെ റിപ്പോർട്ട് 2 തട്ടിലേക്കും ചേംബർ പറയുന്നത്, ചേംബറിന്റെ കമ്മിറ്റിക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പക്ഷെ നിർമ്മാതാക്കൾ പറഞ്ഞാൽ ആ നിർമ്മാതാവാണ് കൊടുക്കേണ്ടത്. ആ നിർമ്മാതാക്കളെ സംഘടിപ്പിക്കണം. ഞാൻ അന്വേഷിച്ചു, അതാണ് ശരിയത്. പിന്നെ ചേംബർ എന്താണ് ചില കാര്യങ്ങൾ മാറ്റിമറിച്ച് പറയുന്നത്? അത് ചേംബറിനോട് ചോദിക്കുക, എന്നോട് എന്തിനാ ചോദിക്കുന്നത്? അല്ലല്ലോ, ഞങ്ങൾ ചേംബറിന്റെ ഭാഗമൊന്നുമല്ല. 7 സംഘടന ഈ സംഘടന ഇല്ല, അതൊന്നുമില്ല. ഞങ്ങൾ ട്രേഡ് യൂണിയൻ അല്ലേ.